Good morning, children. Good morning. Children, in our previous classes, we have completed 2 lessons of your 4th class Prime English textbook. We have completed lesson number 2, Tell us a tale. Do you remember? Neha, my sister, Tell us a tale. Okay, ഓർക്കുന്നുണ്ടോ? Yes. അശ്വർ നിഷൻ എന്തിനാ അങ്ങനെ കിടന്നു നോക്കണേ? കുറച്ച് നേരെ ഇരിക്കുക, കണ്ണും കഴുത്തൊക്കെ ഒടിഞ്ഞു പോകും. Okay, now we are going to study lesson number 3, recycling. Okay, did you write down recycling? Look at this symbol. Before starting reading this lesson, recycle, recycle. ഇങ്ങനെ ചുറ്റി അതൊരു സൈക്കിൾ പോലെ വരിക, ഇങ്ങനെ കണക്ഷൻ ഉണ്ട്. That is the symbol. റീസൈക്ലിങ്ങിന്റെ സിമ്പിൾ ഇതാണ് കേട്ടോ. Okay, what is the meaning of recycling? You know, എല്ലാവർക്കും അറിയാം റീസൈക്ലിംഗ് ചെയ്യേണ്ടത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, നമ്മുടെ വേസ്റ്റും ഒക്കെ റീസൈക്കിളബിൾ വേസ്റ്റുകളാണ് നമ്മൾ റീസൈക്ലിംഗ് മാനേജ് ചെയ്യുക, അങ്ങനെ ചെയ്യണം. ഓക്കെ, ഇതെന്താ പറയുന്നത് നമുക്ക് നോക്കാം. What does it stand for? Discuss. ഇതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. Have you noticed plastic bottles and other plastic materials thrown into drains or floating in the sea or in the river? ഈ കടലിലൊക്കെ കായലിലും ഒക്കെ പോകുമ്പോൾ നദിയിലും ഒക്കെ നമ്മൾ കാണാറുണ്ട് ഡ്രെയിൻസ്, ഈ ഡ്രെയിനേജ് നമ്മുടെ ഓടയിലും ഒക്കെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ അവിടെ ഇവിടെ ഇങ്ങനെ എല്ലാവരും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞത് കാണാറുണ്ട്. അങ്ങനെയുള്ളത് റീസൈക്കിൾ ചെയ്യാൻ. അപ്പോൾ അങ്ങനെ റീസൈക്കിൾ ചെയ്താൽ ആണ് വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യേണ്ടത്. നിങ്ങളുടെ വീട്ടിലും പ്ലാസ്റ്റിക് ഐറ്റംസ് സെപ്പറേറ്റ് എടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഫുഡ് ഐറ്റംസ് സെപ്പറേറ്റ് എടുത്ത് മാറ്റി വെക്കണം. അതുപോലെ പേപ്പർ വേസ്റ്റുകൾ എടുത്ത് സെപ്പറേറ്റ് മാറ്റി വെക്കണം. ഇങ്ങനെയൊക്കെ വേസ്റ്റ് മാനേജ്മെന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ, ഈ ലെസണിൽ പറയുന്നത്. You must have read how waste materials harm the environment. Do you think it is right to throw them here and there? You must have read how waste materials harm the environment. ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ നമ്മളെ അന്തരീക്ഷത്തെ എങ്ങനെയാണ് ദ്രോഹമായി മാറുന്നത്, അത് ദോഷകരമായി മാറുന്നതെന്ന് നിങ്ങൾ വായിച്ചിട്ടുണ്ട്. ഡു യു തിങ്ക് ഇറ്റ് ഈസ് റൈറ്റ്? ഇത് അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മളൊരു സ്ഥലത്ത് ഡസ്റ്റ്ബിന്നിൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ വേസ്റ്റുകൾ സൂക്ഷിക്കണം. വേസ്റ്റുകളൊക്കെ എവിടെയാണ് സൂക്ഷിക്കേണ്ടത്? ഡസ്റ്റ്ബിൻ ഓർ വേസ്റ്റ് ബാസ്ക്കറ്റ്. ഓക്കെ, what would you do if you found an empty plastic bottle? Would you throw it into the dustbin? Do you have a separate bin for recyclable waste? ഇതാണ് ഇവിടുത്തെ ചോദ്യം. നിങ്ങളുടെ കയ്യിൽ ഒരു കുപ്പി പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് എറിയോ, ഡസ്റ്റ്ബിനിൽ എറിയോ? അത് റീസൈക്കിളബിൾ വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒക്കെ സംവിധാനങ്ങളുണ്ടോ? നമ്മുടെ നാട്ടിൻപുറത്ത് ഗ്രാമപ്രദേശങ്ങൾ, റൂറൽ ഏരിയാസിൽ, ടൗണിലും ഒക്കെ മുനിസിപ്പാലിറ്റി ഏരിയാസിലൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഓരോന്നിനും അതാത് നിയമങ്ങളുണ്ട്. Okay, recycling is a process where waste materials are used to produce fresh supply of the same material. Recycling, what is recycling? It is a process, it is an activity where waste materials are used to produce new fresh materials with the old waste materials, and we can produce new same materials with the old waste materials. Okay, all waste materials cannot be recycled. എല്ലാ വേസ്റ്റ് മെറ്റീരിയലും റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല. When we dispose of waste, it's important to separate recyclable waste from non-recyclable waste. Recyclable waste can be put to good use without posing a threat to the environment. Plastic is a recyclable waste. റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റ് ആണ് പ്ലാസ്റ്റിക്. Here, recyclable and posing, threat, environment. ഈ വേർഡ്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇപ്പോൾ എഴുതിയെടുക്കണം, എന്നിട്ട് അതിൻ്റെ വൊക്കാബുലറി പഠിക്കണം. സ്റ്റഡി ഇംഗ്ലീഷ് മീനിങ്
After referring a dictionary, write down English meaning and study the vocabulary. Please write the words. Write the vocabulary in English. Posing, presenting a problem or danger. Presenting. To put can be put to good use without posing a threat to the environment. What is the meaning of environment? You know. ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്നതാണ്. ഇനി അറിയില്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ അവർ എഴുതിയെടുക്കണം. പ്ലാസ്റ്റിക് ഈസ് എ റീസൈക്ലബിൾ വേസ്റ്റ്. ഓക്കെ, പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ത്രെഡ് എന്താ? ത്രെഡ് THREAT, ഡാമേജ് ഓർ ഡേഞ്ചർ, ഒരു ഭീഷണി അല്ലെങ്കിൽ ദോഷം, അപകടം എന്നൊക്കെ അർത്ഥം. ത്രെഡ്. Now let us find out how plastic is recycled. Number 1, the one is written here. This is the number 1 box or column. Plastic bottles are collected along with other plastic waste from schools, houses, hospitals, restaurants and other places. They are then taken to a recycling center. Okay, എങ്ങനെയാ റീസൈക്ലിംഗ് പ്രോസസ് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. Let us see recycling process. Plastic bottles will be collected. All the plastic materials, other materials also will be collected. From where? Houses, schools, hospitals, restaurants and other places. Market. Okay. And they are then taken to a recycling center. Recycling centerലേക്ക് അത് സോർട്ട് ചെയ്യാനും ഒക്കെ കൊണ്ടുപോകും. ഓക്കെ, അതാണ് ഫസ്റ്റ് പ്രോസസ്. നമ്പർ 2, ഇത് നിങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി ഇന്ന് തന്നെ നിങ്ങളുടെ ടീച്ചർക്ക് ഫോട്ടോ എടുത്ത് വാട്സപ്പ് അയച്ചു കൊടുക്കണം. ഈ കാണിക്കുന്ന ഈ പറയുന്നതെല്ലാം. Okay, please write down process of recycling. Please write down recycling process. Recycling process എന്ന് എഴുതും എല്ലാവരും, ഹെഡിങ് എഴുതും. Recycling process, RECYCLING, process PROCESS. പ്രോസസ് എന്ന് പറഞ്ഞാൽ എന്താ? നടപടിക്രമം. പ്രോസസ്, നടപടിക്രമം. ഓക്കെ, എല്ലാവരും എഴുതിക്കേ. നമ്പർ 1 കളക്ടിങ് and number 2 എല്ലാവരും ഒന്ന് എഴുതിക്കേ. Okay children, now process, recycling process. Okay, നിങ്ങൾ എഴുതിയെടുത്തു. എന്നിട്ട് then number 1 collecting. Please write collecting. Plastic bottles are collected. Plastic items or bottles, plastic weights are collected. Okay, number 2 sorting. Number 2 sorting. 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 First, bottles and other containers are cleaned. Then they are sorted based on the type and color of the plastic. Each set is then sent to a shredding machine. സോർട്ട് ചെയ്യും. ഈ സോർട്ട് ചെയ്യും. പലതരത്തിൽ കുപ്പികളും പലതരം കളറും അതിൻ്റെ ടൈപ്പൊക്കെ അനുസരിച്ചിട്ട് മാറ്റം വരിക്കും. അതിനാണ് സോർട്ടിങ്, തരംതിരിക്കുന്നതിനാണ് സോർട്ടിങ് എന്ന് പറയുക. അപ്പം നമ്പർ 2 നിങ്ങൾ കോളം വരച്ചിട്ട് നമ്പർ 2 സോർട്ടിങ് എന്ന് എഴുതണം. ഇവിടുന്ന് സോർട്ടിങ്ങിൽ നിന്നാണ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത്? ഷ്രെഡിങ് മെഷീൻ. SHREDDING. ഷ്രെഡിങ്. SHREDDING. ഷ്രെഡിങ് എന്താ? തരംതിരിച്ചത് പൊടിയാക്കുന്ന മെഷീനാണ് ഷ്രെഡിങ്. സെൻഡ് ടു ഷ്രെഡിങ് മെഷീൻ. 3 melting. The plastic shreds, പൊടികളാക്കിയത്, are washed to remove impurities. They are then dried and melted. Okay, പിന്നീട് അതെന്ത് ചെയ്തു? മെൽറ്റ് ചെയ്ത് ഉരുക്കിയെടുക്കും. ഓക്കെ, അപ്പോ മെൽറ്റിംഗ് ആണ് മൂന്നാമത്തെ പ്രോസസ്. മെൽറ്റിംഗ്, MELTING. മെൽറ്റിങ്ങിന്റെ ഒക്കെ പ്രോസസ്സ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് എഴുതിയെടുത്ത് അതിന്റെ മീനിങ് ഒക്കെ നോക്കി പഠിക്കണം. ഓക്കെ, മെൽറ്റിംഗ്. ദെൻ നമ്പർ 4 ഫ്ലേക്കിംഗ്. FLAKING. ഫ്ലേക്കിംഗ്. Plastic is then shaped into thin flakes. അതിനാണ് ഫ്ലേക്കിംഗ് എന്ന് പറയുന്നത്. തിൻ ഫ്ലേക്സ് ആക്കും, ചെറിയ ചെറിയ പാളികളാക്കി ഇങ്ങനെ പാക്കറ്റ് ആക്കും. ദ ഫ്ലേക്സ് ആർ അഗെയിൻ വാഷ്ഡ് ആൻഡ് ഡ്രൈഡ്. ഫ്ലേക്കിംഗ്. 4th പ്രോസസ് ആണ് ഫ്ലേക്കിംഗ്. ഓക്കെ, നമ്പർ 5 എൻഡ് പ്രോഡക്റ്റ്. നമ്പർ 5 എൻഡ് പ്രോഡക്റ്റ്. ഫ്ലേക്കിംഗ് കഴിഞ്ഞിട്ടാണ് പിന്നെ അതിന്റെ അവസാനത്തെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് റിസൾട്ട് പുറത്തു വരുന്നത്, പ്രൊഡക്റ്റ് വരുന്നത്. ലാസ്റ്റ് വൺ ഫ്ലേക്കിംഗ്, എൻഡ് പ്രൊഡക്റ്റ്. And the flakes are then turned into many fine strings which can be used to make a wide variety of products.
ഈ ഫ്ലേക്സ് ഇതാണ് പിന്നീട് ചെറിയ നാരുകളാക്കിയ പ്ലാസ്റ്റിക് ആക്കി മാറുന്നത്. അതിൽ നിന്നാണ് ഈ എൻഡ് പ്രൊഡക്റ്റ്, ഫിഫ്ത്ത് പ്രോസസ്സായ എൻഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, സച്ചസ് വാട്ടർ പ്രൂഫ് ഗാർമെന്റ്സ്, നമ്മൾ കോട്ടൊക്കെ ഉള്ള റെയിൻ കോട്ടൊക്കെ, വാട്ടർ പ്രൂഫ് ഗാർമെന്റ്സ്, കാർപ്പറ്റ്സ് എക്സെട്ര. ന്യൂ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ക്യാൻ ഓൾസോ ബി മെയ്ഡ് ഫ്രം ദീസ്. പുതിയ പ്ലാസ്റ്റിക് ബോട്ടിൽസും ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കും. കാർപ്പറ്റ് മാറ്റ്, പ്ലാസ്റ്റിക് മാറ്റുകള്, റെയിൻ കോട്ടുകള്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്. ഓക്കെ, ദിസ് ഈസ് ദ പ്രോസസ്. ഇത് നിങ്ങൾ എല്ലാവരും എഴുതി ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ ഗ്രൂപ്പിലെ, സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ അയച്ചു കൊടുക്കണം. ഓക്കെ, സോ the next time you dispose of waste, will you remember to separate recyclable waste from non-recyclable waste? Recyclable waste ഉണ്ട്, non-recyclable waste ഉണ്ട്. അപ്പം strips of materials such as paper, cloths or food that have been torn, cut or scrapped from something larger. Shreds-ന്റെ meaning അതാണ്. Shreds means ചെറിയ ചെറിയ തരികളാക്കി പൊടിയായിട്ട് എടുക്കുക എന്നുള്ളതാണ്. Impurities എന്ന് പറഞ്ഞാൽ dirt, impurities, 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 dirt, അഴുക്കുകൾ, impurities, ചെളി അല്ലെങ്കിൽ കറ, അതൊക്കെയാണ് impurities. അതെവിടെയാണ് നമ്മൾ പഠിച്ചത്, വായിച്ചത്? മെൽറ്റിംഗ് പ്രോസസ്സിൽ impurities, റിമൂവ് impurities, അതായത് ഈ പ്ലാസ്റ്റിക്കിലുള്ള മറ്റ് അഴുക്കും കറകളൊക്കെ കളഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഉരുക്കിയെടുക്കുന്ന പ്രോസസ്സിലാണ് നമ്മൾ impurities പഠിച്ചത്. Impurity. ജിഷാന എന്തിനാ സ്ക്രീനിൽ വരയ്ക്കണേ? ജിഷാന, ഡോണ്ട് റിപ്പീറ്റ് ദിസ്. ഓക്കെ, impurities. Okay, now in the next class we will do the exercises and activities. Okay, we will do the exercises and activities. More exercises and activities will be given by your school teachers. Okay, now today we have learned new chapter, lesson number 3, recycling. Already you understood what is recycling. Now the time for the next class.